തന്നെ പോരായ്മ വന്നിട്ടുണ്ട് ഇവർക്ക്. നമ്മൾക്കെതിരെ തൗഹീദിൽ പിഴച്ചവർ, ആദർശ വ്യതിയാനം സംഭവിച്ചവർ എന്നൊക്കെ പറഞ്ഞ് ആരോപണം ഉന്നയിച്ച ആളുകൾക്ക് നേരെ തിരിച്ചടിച്ചു. പ്രവാചകൻ സൂചിപ്പിച്ചതുപോലെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനമാണ്, ഒരാൾക്കെതിരെ കുഫ്ർ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് അയാളിൽ അതില്ലെങ്കിൽ തിരിച്ചു വരുമെന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അതേ അവസ്ഥയിലാണിപ്പോൾ. ഇവർ പറയുന്നത് എന്താ അറിയോ? മലക്കിനോടും ജിന്നിനോടും സഹായം തേടാം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. സക്കരിയ സലാഹിയുടെ തന്നെ പ്രസംഗം കേട്ടു. സുഹൃത്തുക്കളെ, ജിന്നുകളെയും മലക്കുകളെയും വിളിച്ച് സഹായം തേടാം എന്ന് സക്കരിയയും കൂട്ടരും പ്രചരിപ്പിക്കുന്നു എന്നാണ് ഈ വാറോലയിലും അതുപോലെ മറ്റ് പലതിലും പറഞ്ഞിട്ടുള്ളത്. ഞങ്ങള് അങ്ങനെ പ്രചരിപ്പിച്ചിട്ടില്ല. ശ്രദ്ധിച്ചില്ല നിങ്ങൾ? ഞങ്ങൾ അങ്ങനെ പ്രചരിപ്പിച്ചിട്ടില്ല എന്ന ജിന്നുകളോടും മലക്കുകളോടും സഹായം തേടാമെന്ന് ഞങ്ങൾ പ്രചരിപ്പിച്ചിട്ടില്ല. നേരത്തെ ഇതിവിടെ കാണിക്കുകയുണ്ടായി. 2007 ഏപ്രിൽ മാസത്തിലെ ഇസ്ലാഹാണ്. ഇതിന്റെ 47ാമത്തെ പേജിൽ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യൻ, മലക്ക്, ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടം അതിലില്ല. വിജനമായ ഒരു സ്ഥലത്ത് അകപ്പെട്ടാൽ മലക്ക്, ജിന്ന്, മനുഷ്യനെ തൽക്കാലം ഒഴിവാക്കി നിർത്താം നമുക്ക്. മലക്കുകളോ ജിന്നുകളോ നമ്മെ സഹായിക്കുമെന്നു കരുതി പടപ്പുകളെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു തേടാം, വിളിച്ചു പറയാം എന്നാ ഇവർ പറയുന്നത്. അതിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടമില്ല. കൃത്യമായി അഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടമാണിത്. യഥാർത്ഥത്തിൽ വിജനമായ സ്ഥലത്ത് അതിനെ കുടുങ്ങിപ്പോയാൽ മക്കാ മുശ്രിക്കുകൾ പോലും അള്ളാഹിനെ വിളിച്ച സഹായം തേടിയിരുന്നത്. സൂറത്ത് അങ്കബൂത്തിൽ 65ാമത്തെ വചനം പരിശോധിച്ചാൽ കാണാം, വൈദാ റകിബൂ ഫിൽ ഫുൽക് ദഅല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഇദാ ഹും യുശ്രികൂൻ. കപ്പലിൽ കയറി കടലിൽ കാറ്റും കോളും ഒക്കെ വന്നു, ആരും സഹായിക്കാനില്ലാത്ത ഘട്ടം. ഈ ഘട്ടത്തിൽ മക്കാ മുശ്രിക്കുകൾ പോലും വിളിച്ചു തേടിയത് ദഅല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, നിഷ്കളങ്കമായി പടച്ചവനോട് ഇനി അവർ വിളിച്ചു തേടിയിരുന്നത്, പടച്ചവനെ രക്ഷപ്പെടുത്തിയാൽ ഒന്ന് നോക്കാം. എന്നാലോ ഈ സമൂഹം എന്താ പഠിപ്പിച്ചത്? വിജനമായ സ്ഥലത്ത്, ഒറ്റപ്പെട്ട സ്ഥലത്ത് ആരോരുമില്ലെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ അള്ളാഹുവിന്റെ പടപ്പുകളെ, അടിമകളെ. ഇത് അഭൗതികമായ വിധത്തിൽ അള്ളാഹു അല്ലാത്തവർ സഹായിക്കും എന്ന ഇവരുടെ വാദത്തിന് തെളിവാണ്. അപ്പൊ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന ഇവരുടെ വാദം അത് തെറ്റാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ, യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരിത് പലപ്പോഴും സ്ഥാപിക്കാറുള്ളത്. എന്നാൽ വസ്തുത ആ ഹദീസ് തന്നെ ലഈഫാണ് എന്ന സക്കരിയ തന്നെ പലപ്പോഴും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അത് സ്ഥാപിച്ചു കഴിഞ്ഞതാണ്. പലപ്പോഴും ആ വാദങ്ങൾ സുന്നികളുടെ മുമ്പിൽ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ എത്തിയപ്പോഴോ അതിനൊരു കുഴപ്പമില്ല. മലക്കിനോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ, ജിന്നിനോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവർ സഹായിക്കുമോ? അപ്പൊ നിങ്ങൾ വിശുദ്ധ ഖുർആൻ സൂറത്തു ജിന്നിലെ 6ാമത്തെ വചനം, ജിന്നുകളോട് മക്കയിലുള്ള മുശ്രിക്കുകൾ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു എന്ന് ഖുർആൻ എടുത്തു പറയാം. അത് എന്നിട്ട് ജിന്നുകൾക്ക് അഹങ്കാരം വർദ്ധിപ്പിച്ചു എന്ന്. അഥവാ ഒരു ഒഴിഞ്ഞ പ്രദേശത്തു കൂടെ പോകുമ്പോൾ മക്കാ മുശ്രിക്കുകൾ പറയുമായിരുന്നു, ആ പ്രദേശത്തിന്റെ ചുമതല ജിന്നുകളിൽപ്പെട്ട, ശൈത്താനിൽപ്പെട്ട ഏതോ ഒരു നേതാവിനുണ്ട് എന്ന അവരുടെ ധാരണയുടെ അടിസ്ഥാനത്തിൽ അടിയങ്ങൾ ഇതിലെ പോകുന്നുണ്ട്, ഞങ്ങളെ ഒന്നും ചെയ്യരുതേ എന്ന് മക്കാ മുശ്രിക്കുകൾ പറഞ്ഞിരുന്നു. ഇതിനെ സൂചിപ്പിച്ചുകൊണ്ട് ഖുർആൻ പറയാ, വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസ് യഊദൂന ബിരിജാലിൻ മിനൽ ജിന്ന് ഫസാദൂഹും റഹഖാ. ഒരു സംഘം മനുഷ്യരിൽപ്പെട്ട കുറച്ച് ചില ആളുകൾ ജിന്നുവർഗത്തിൽപ്പെട്ട ആളുകളോട് സഹായം തേടാറുണ്ടായിരുന്നു, രക്ഷ തേടാറുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ രക്ഷ തേടിയപ്പോഴോ അവർ ഉത്തരം നൽകി, അവർ സഹായിച്ചു എന്നാണോ ഖുർആൻ പറഞ്ഞത്? ഖുർആൻ പറഞ്ഞത് ഫസാദൂഹും റഹഖ, ഈ തേട്ടം അവർക്ക് അഹങ്കാരം വർദ്ധിപ്പിച്ചു.
ജിന്നിന് ഈ ബുദ്ധിയില്ലാത്ത മനുഷ്യൻ എന്നെ വിളിച്ചു തേടുന്നുവല്ലോ, ഇത്രയും മണ്ടനായിപ്പോയോ എന്ന രീതിയിൽ ഇവർക്ക് അഹങ്കാരം വർദ്ധിപ്പിച്ചു എന്നാ ഖുർആൻ പറഞ്ഞത്. അവർ സഹായിച്ചു എന്നോ ഉത്തരം നൽകി എന്നോ ഒരിക്കലും ഖുർആനോ ഹദീസോ വിശദീകരിച്ചിട്ടില്ല. അത് അഹങ്കാരം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ഇതാ വസ്തുത. അപ്പൊ മക്കാ മുശ്രിക്കുകളാണ് അങ്ങനെ നടത്തിയിരുന്നത്. ആ മക്കാ മുശ്രിക്കുകൾ നടത്തിയിരുന്ന ആ തേട്ടം നിങ്ങൾ നടത്തിയാൽ അതിൽ അഭൗതികമായി ഒന്നുമില്ല എന്നാ ഇവർ എഴുതിയിട്ടുള്ളത്. ഇസ്ലാമിന്റെ ആദർശത്തിന് വിരുദ്ധമാണത്. ഈ നോക്കൂ, മലക്കുകളെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ മലക്കുകൾ സഹായിക്കുമോ? പലപ്പോഴും നമ്മൾ വിശദീകരിച്ചതാ. മലക്കുകൾ പടച്ചവന്റെ പ്രത്യേക സൃഷ്ടികളാണ്. അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിരുദ്ധമായി ഒന്നും പ്രവർത്തിക്കാൻ അവർക്ക് സാധ്യമല്ല. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലാഹ് കൽപ്പിച്ചതിന് വിരുദ്ധമായി ഒന്നും അവർ പ്രവർത്തിക്കില്ല. അല്ലാഹ് കൽപ്പിച്ചത് മാത്രം പ്രവർത്തിക്കുന്നവർ. അപ്പൊ മലക്കുകളുടെ പ്രത്യേകത എന്താ? അല്ലാഹ് കൽപ്പിച്ചത് മാത്രം ചെയ്യും. അപ്പൊ മലക്കുകൾ സഹായിക്കണമെങ്കിൽ ആരോട് തേടണം? അള്ളാഹുവിനോട് തേടണം. പടച്ചവനെ എന്നെ രക്ഷിക്കണേ എന്ന് തേടിയാൽ ചിലപ്പോൾ പടച്ചവൻ മലക്കുകളെ നിയോഗിച്ച് അവരിലൂടെ രക്ഷപ്പെടുത്തിയേക്കാം. ബദറിൽ സംഭവിച്ചത് നമുക്കറിയാം. സൂറത്തു അൻഫാലിലെ 9-ാമത്തെ വചനത്തിൽ വിശുദ്ധ ഖുർആൻ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബി അൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. നിങ്ങളുടെ രക്ഷിതാവിനോട് ഇസ്തിഗാസ നടത്തിയ സന്ദർഭം, പ്രാർത്ഥിച്ച സന്ദർഭം, ആ സമയത്ത് റബ്ബ് ഉത്തരം നൽകി. എന്താ? അന്നീ മുമിദ്ദുക്കും ബി അൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. ആയിരക്കണക്കിന് മലക്കുകളെ തുടരെ ഇറക്കി നാം നിങ്ങളെ സഹായിക്കുന്നു. അന്നീ മുമിദ്ദുക്കും, അള്ളാണ് സഹായിച്ചത് മലക്കുകളിലൂടെ. അപ്പൊ മലക്കുകളുടെ സഹായം ലഭിക്കണമെങ്കിൽ എന്തു വേണം? അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. സൂറത്തു റഅദിലെ 11-ാമത്തെ വചനത്തിൽ വിശുദ്ധ ഖുർആൻ ഇതിലേക്ക് സൂചന നൽകിയിട്ടുണ്ട്. ലഹു മുഅഖിബാത്തും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫളൂനഹു മിൻ അംരില്ലാഹ്. അവന്റെ മുന്നിലും പിന്നിലുമായി അവനെ കാത്തുരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘമുണ്ട്. യഹ്ഫളൂനഹു. എങ്ങനെ സ്വയം കാത്തുരക്ഷിക്കാൻ പറ്റും? അവർക്ക് സാധ്യമല്ല. മിൻ അംരില്ലാഹ്, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം. നോക്ക്, പടച്ചവന്റെ കൽപ്പനക്കനുസരിച്ച് അവനെ കാത്തുരക്ഷിക്കുന്ന ചില സംഘങ്ങൾ അവന്റെ മുന്നിലും പിന്നിലും ഉണ്ടായിരിക്കും. വിശ്വാസികൾക്ക് ഈ രീതിയിൽ അള്ളാഹു മലക്കുകളുടെ സംരക്ഷണം നൽകും. അപ്പൊ മലക്കുകളുടെ സംരക്ഷണം കിട്ടണമെങ്കിൽ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. ഇവരെന്താ പറഞ്ഞത്? ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത്. ഇവർ രേഖാമൂലം എഴുതുകയും അതോടൊപ്പം പല പ്രസംഗങ്ങളിൽ ഇവർ പറയുകയും ചെയ്തിട്ടുണ്ട്. വിജനമായ സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ മലക്കുകളോ ജിന്നുകളോ സഹായിക്കുമെന്ന് കരുതി അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കൂ എന്ന് വിളിച്ചോളേണ്ടി ഒരു കുഴപ്പമില്ല. അപ്പൊ ആരാ അവിടെ കളവ് പറഞ്ഞത്? നേരത്തെ സക്കരിയയുടെ പ്രാർത്ഥന നമ്മളൊക്കെ ആമീൻ പറഞ്ഞത് ലഅനത്തുല്ലാഹി അലൽ കാദിബീൻ, കാദിബീങ്ങളുടെ മേലിൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാവട്ടെ. ആരിലേക്കാ വരുന്നത്? പറയുകയും എഴുതുകയും ചെയ്ത കാര്യം ജനങ്ങളുടെ മുമ്പിലെത്തിയപ്പോ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോ വസ്തുത അവർ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ആദർശം അള്ളാഹു അല്ലാത്ത ഒരു ശക്തിയോട് വിളിച്ചു തേടിയാലും പ്രാർത്ഥിച്ചാലും ഒന്നും ഉത്തരം ലഭിക്കുകയില്ല. നിങ്ങളുടെ സ്ഥിതിക്ക് ഒരു മാറ്റവും വരുത്താൻ അവർക്ക് സാധ്യമല്ല എന്ന സൂറത്തു ഇസ്രായിൽ അള്ളാഹ് സൂചിപ്പിച്ചു. കുലിദുല്ലദീന സഅംതും മിൻ ദൂനില്ലാഹ് ഫലാ യംലികൂന കശ്ഫ ദുർരി അൻകും വലാ തഹ്വീല. അള്ളാഹുവിനു പുറമെ നിങ്ങൾ ജൽപ്പനം നടത്തുന്ന, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും നിങ്ങൾ ക്ഷണിച്ചോ. ഫലാ യംലികൂന കശ്ഫ ദുർരി അൻകും, നിങ്ങളിൽ നിന്ന് ഒരു പ്രയാസത്തെ നീക്കം ചെയ്യാൻ അവർക്ക് സാധ്യമല്ല. വലാ തഹ്വീല, അതിനു മാറ്റം വരുത്താനും സാധ്യമല്ല എന്നത്. മാറ്റം വരുത്താനും സാധ്യമല്ല. അല്ലാഹുവല്ലാത്ത ഏതൊരു ശക്തിയെ വിളിച്ചു പ്രാർത്ഥിച്ചാലും നമ്മളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാനോ നമ്മളിൽ നിന്ന് ഒരു പ്രയാസത്തെ ദൂരീകരിക്കാനോ അവർക്ക് സാധ്യമല്ല. ഖുർആൻ ഖണ്ഡിതമായി പറഞ്ഞിട്ടുണ്ട്. ഇതാ വസ്തുത. ഈ വസ്തുതക്ക് വിരുദ്ധമായിട്ടാണ് സക്കരിയാക്കൾ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ആദർശം പിഴച്ചു പോയിട്ടുണ്ട്. ഇനി താൻ പറഞ്ഞതിനെ ന്യായീകരിക്കണമല്ലോ. ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ഷബാബിന്റെയും അഥവാ ഷബാബിൽ വന്ന ചോദ്യോത്തരം പിന്നീട് പുസ്തകമാക്കിയപ്പോൾ ആ പുസ്തകത്തെയും അതുപോലെ തന്നെ